Hi students, welcome to your new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് 4ാമത്തെ ചാപ്റ്ററാണ് മാനേജ്മെൻറ്റ്. ബാക്കി 3 ചാപ്റ്റേഴ്സും ഡിസിഷൻ മേക്കിങ്ങും അതേപോലെ തന്നെ അതിൻ്റെ ടെക്നിക്സും ടൂൾസും മോഡൽസും ഒക്കെയാണ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞത്. ഇനിയാണ് നമ്മൾ ആക്ച്വലി മാനേജ്മെൻറ്റിൻ്റെ ഒരു ഫാക്റ്റിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഒരു നോൺ കൊമേഴ്സ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചോളം ഒരു പുതിയ ടോപ്പിക് ആയിരിക്കാം. പക്ഷേ ഓൾറെഡി +2 കൊമേഴ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് കുറച്ചും കൂടി സിമ്പിൾ ആയിരിക്കാം. ഓൾറെഡി അവർ പഠിച്ച കുറേ പോർഷൻസ് തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. സോ ഈ ഒരു ചാപ്റ്ററിൽ എന്താണ് മാനേജ്മെൻറ്റ് എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് പലതരത്തിലുള്ള കൺസെപ്റ്റുകളെ കുറിച്ച് ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ആ ഒരു രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഫങ്ഷണൽ കൺസെപ്റ്റ് ഉണ്ട്. ഫങ്ഷൻസിൻ്റെ ബേസിൽ അല്ലെങ്കിൽ ഫങ്ഷണൽ കൺസെപ്റ്റിൻ്റെ ബേസിൽ ഇതൊരു പ്രോസസ്സാണ് എന്നാണ് പറയുന്നത്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ് എന്നുള്ളതാണ് ഈ ഒരു ഫസ്റ്റ് കൺസെപ്റ്റിൽ പറയുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ ഒരു ഡെഫിനേഷൻ പറയുന്നത് ടു മാനേജ് ഈസ് ടു ഫോക്കാസ്റ്റ് ആൻഡ് ടു പ്ലാൻ ടു ഓർഗനൈസ് ടു കമാൻഡ് ടു കോർഡിനേറ്റ് ആൻഡ് ടു കൺട്രോൾ. ഹെൻറി ഫയോളിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ 3 ഡെഫിനേഷൻ പറയുന്നുണ്ട്. ഏത് വേണമെങ്കിലും സൗകര്യത്തിനനുസരിച്ച് പഠിക്കാവുന്നതാണ്. മാനേജ് ചെയ്യുക എന്ന് പറയുമ്പം നമ്മൾ കൃത്യമായിട്ട് ഫോർകാസ്റ്റ് ചെയ്യുക, മുൻകൂട്ടി കാണാൻ പറ്റുക, പ്ലാൻ ചെയ്യുക, അതിനെയൊക്കെ ഓർഗനൈസ് ചെയ്യുക, കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക, അതിൻ്റെ കോർഡിനേറ്റ് ചെയ്യുക, എല്ലാ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യുക, ഇതൊക്കെ കൂടി ചെയ്യുമ്പോഴാണ് അതൊരു ഫങ്ഷൻ ആയി മാറുന്നത്. അപ്പോൾ ഒരു ഫങ്ഷണൽ കൺസെപ്റ്റിൻ്റെ ബേസിൽ ഇതാണ് മാനേജ്മെൻറ്റ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന 3 ഡെഫിനേഷൻ നോക്കുമ്പോൾ ഇതൊരു ഡിസ്റ്റിങ്ക്റ്റ് പ്രോസസ്സാണ്, വളരെ വ്യത്യസ്തമായിട്ടൊരു പ്രോസസ്സാണ്. ഇവിടെ പ്ലാനിങ്, ഓർഗനൈസിങ്, കമാൻഡ്, കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ എല്ലാം വരുന്നുണ്ട്. ഇതെല്ലാം പെർഫോം ചെയ്യണമൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ഗോൾ, ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും, അത് അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഇത് അക്കംപ്ലിഷ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമുക്ക് അതിൽ വർക്ക് ചെയ്യാനുള്ള ആളുകൾ, അതായത് ഹ്യൂമൻ റിസോഴ്സ് വേണം, മെറ്റീരിയൽസ് വേണം. ഇതെല്ലാം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ആദ്യത്തെ കൺസെപ്റ്റ് ആയിട്ടുള്ള ഫങ്ഷണൽ കൺസെപ്റ്റിൽ പറയുന്നത്. രണ്ടാമത്തെ കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ അതൊരു ഹ്യൂമൻ റിലേഷൻസ് കൺസെപ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. ലോറൻസ് ആപ്ലി ഡിഫൈൻ ചെയ്യുന്നത് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ പ്രധാനമായിട്ടും മനുഷ്യ വിഭവശേഷിയാണ് ഇവിടെ കൂടുതലായിട്ട് വരുന്നത്. മാനേജ്മെൻറ്റ് ഈസ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ദ എഫേർട്സ് ഓഫ് അതർ പീപ്പിൾ. മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ മറ്റുള്ള ആളുകളെ കൊണ്ട് ചെയ്യിപ്പിച്ച് നേടിയെടുക്കുക, അത് തന്നെയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ മറ്റുള്ള ആളുകൾ എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ റെഡിയായുള്ള ആളുകളാണ്, അല്ലേ? അപ്പോൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ, ജനങ്ങളിലൂടെ അല്ലെങ്കിൽ ആളുകളിലൂടെ നമുക്ക് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കുക. എഫേർട്സ് ഓഫ് പീപ്പിൾ, നമുക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ വരുന്ന ആളുകളുടെ ആ എഫേർട്ടിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കൃത്യമായിട്ട് കോർഡിനേറ്റും ഡയറക്റ്റും ചെയ്യേണ്ടത്. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് ഡെസിഷൻ മേക്കിംഗ് കൺസെപ്റ്റ് ആണ്. ഡെസിഷൻ മേക്കിംഗ് കൺസെപ്റ്റ് എന്ന് പറയുമ്പം ഇവിടെ പ്രധാനമായിട്ടും തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു പ്രോസസ്സാണ് മാനേജ്മെൻറ്റ് എന്നാണ് പറയുന്നത്. വിച്ച് പർപ്പസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് എ പെർട്ടിക്കുലർ ഹ്യൂമൻ ഗ്രൂപ്പ് ആർ ഡിറ്റർമിൻ, ക്ലാസിഫൈഡ് ആൻഡ് ഇഫക്ച്വേറ്റഡ്. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡെസിഷൻ മേക്കിംഗ് ആണ്, മെയിൻ ഫങ്ഷൻ ഇതാണ്, ഇത് എക്സിക്യൂട്ടീവ് ലീഡർഷിപ്പ് കൂടിയാണ് എന്നുള്ളതാണ് പറയുന്നത്. നാലാമത്തെ പോയിന്റിൽ പറയുമ്പം പ്രൊഡക്ടിവിറ്റി കൺസെപ്റ്റ് എന്നും കൂടി പറയുന്നുണ്ട്. ഇവിടെ കൂടുതലായിട്ട് നമ്മൾ എന്ത് നേടുന്നു, എന്താണ് നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ്, പ്രൊഡക്ടിവിറ്റി, എന്തെങ്കിലും ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ആർട്ട് ഓഫ് നോയിങ് വാട്ട് യു വോണ്ട് ടു ഡു, നിങ്ങൾ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നതിനെക്കുറിച്ച് അറിയുക എന്നുള്ളതാണ്. ആൻഡ് സീയിങ് ദാറ്റ് ഇറ്റ് ഈസ് ഡൺ ഇൻ ദ ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് വേ, എന്നതിന് ശേഷം അത് നമ്മൾ കാണുക, നോക്കി കാണുക, അത് നമ്മൾ ഏറ്റവും കിട്ടാവുന്ന ഏറ്റവും നല്ല മാർഗത്തിലൂടെയും അതേപോലെ ഏറ്റവും ചിലവ് കുറഞ്ഞ മാർഗത്തിലൂടെയാണ് അത് നേടിയെന്നുള്ളത് നമ്മൾ നോക്കുക എന്നുള്ളതാണ് പറയുന്നത്. അതാണ് പ്രൊഡക്ടിവിറ്റീനെ ബേസ് ചെയ്ത് പറയുന്നത്. ഒരു പ്രൊഡക്ടിവിറ്റി എപ്പോഴും ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ഇൻ്റഗ്രേഷൻ കൺസെപ്റ്റ് ആണ്. ഇൻ്റഗ്രേഷൻ കൺസെപ്റ്റ് എന്ന് പറയുമ്പം ഇവിടെ നമുക്ക് എന്തൊക്കെ ആക്ടിവിറ്റികളുണ്ടോ അതിനെല്ലാം കൃത്യമായ അളവിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, കൂട്ടി യോജിപ്പിച്ച് പോകുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഒരു ഗോള് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നുള്ളൊരു കൺസെപ്റ്റാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു 5 തരം കൺസെപ്റ്റിലൂടെയാണ് മാനേജ്മെൻറ്റ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഫങ്ഷണൽ കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ഹ്യൂമൻ റിലേഷൻ പറഞ്ഞു, ഡിസിഷൻ മേക്കിംഗ് പറഞ്ഞു, പ്രൊഡക്ടിവിറ്റി ഉണ്ടെന്നുള്ള പറയുന്നുണ്ട്, ഇൻ്റഗ്രേഷൻ കൺസെപ്റ്റ് ഉണ്ട്. സോ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കോമൺ ആയിട്ട് മാനേജ്മെൻറ്റിന് വേണ്ടതായിട്ടുള്ള
ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതൊരു പ്രോസസ്സാണ്. ഇനി എങ്ങനെ ഉള്ള പ്രോസസ്സാണ്? അതൊരു സോഷ്യൽ പ്രോസസ്സാണ്. ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും. അതിൻ്റെ എല്ലാ ഓർഗനൈസേഷൻ റിസോഴ്സുകളെയും നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ആൻഡ് ഡെസിഷൻ മേക്കിംഗ് വേണം, അതിൽ ലീഡർഷിപ്പ് വേണം. ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങളല്ല, അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്തിട്ട് ആളുകളെയും അതിനോടൊപ്പം ചേർത്തി വർക്ക് ചെയ്യിപ്പിക്കുമ്പോഴാണ് ഈ ഒരു ഒബ്ജക്റ്റീവ്സ് അവിടെ ഫുൾഫിൽ ചെയ്യുന്നത്. ഇതൊരു സോഷ്യൽ പ്രോസസ്സാന്ന് പറയാനുള്ള കാരണം എന്താ? നമ്മൾ പറഞ്ഞു മറ്റുള്ളവരുടെ എഫേർട്ടിലൂടെയാണ് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കേണ്ടത്. എക്സിസ്റ്റൻസ് ഇനി ഇവിടെ ഇതെല്ലാം നമ്മൾ ഇതിനു വേണ്ടി ചെയ്യണം. നമുക്ക് ചില ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ തരത്തിലുള്ള റിസോഴ്സിനെയും ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൂട്ടി യോജിപ്പിച്ച് പോകുമ്പോൾ മെറ്റീരിയൽ, മെഷീൻ, മണി ഇതിനെല്ലാം നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ മാത്രമാണ് ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓരോ സ്റ്റേജിലും നിർബന്ധമായിട്ടും പല രീതിയിലുള്ള ഡെസിഷൻസ് എടുക്കേണ്ടി വരും. എന്നാൽ മാത്രമാണ് ആ ഒരു എൻറ്റയർ ഫ്യൂച്ചർ എന്ന് പറയുന്നത് എത്രത്തോളം നമ്മൾ റൈറ്റ് ഡിസിഷൻ എടുക്കുന്നോ മാനേജേഴ്സ് അതിനനുസരിച്ചായിരിക്കും അത് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നല്ലൊരു ടീം വർക്ക് ആവശ്യമാണ്. ആ ടീമിനെ നയിക്കാൻ നല്ലൊരു ലീഡർ വേണം. ഒരു ലീഡർഷിപ്പ് ഉണ്ടായിരിക്കണം. ഇൻസ്പയർ ചെയ്യണം, മോട്ടിവേറ്റ് ചെയ്യണം, കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടണം. അതാണ് ഈ ഒരു കാര്യങ്ങളിൽ പറഞ്ഞത്. അപ്പോൾ ഇത്രയും പ്രോസസ്സുകൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ചോദിക്കുന്നത് മാനേജ്മെൻറ്റിൻ്റെ നേച്ചർ എന്താണ്? ഏത് തരത്തിലുള്ള നേച്ചറാണ് മാനേജ്മെൻറ്റിനുള്ളത്? ഇത് പ്രധാനമായിട്ടും ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ. എന്താ യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മാനേജ്മെൻറ്റ് എല്ലാവിടെയും ഒരുപോലെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് എന്നുള്ളതാണ്. ഇതിന് കൃത്യമായിട്ട് എന്തുണ്ടായിരിക്കും? ഒരു ഗോൾ, ഒരു ലക്ഷ്യമുണ്ടാകുമ്പോൾ മാത്രമാണ് അവിടെ മാനേജ്മെൻറ്റ് എന്നുള്ളൊരു ടേമിന് കൂടുതൽ പ്രസക്തി ഉണ്ടാവുന്നത്. അതൊരു ഹ്യൂമൺ ആക്ടിവിറ്റിയാണ്. ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ അവിടെ മനുഷ്യന്മാരുടെ എഫേർട്ട് അവിടെ ആവശ്യമാണ്. ആൻഡ് ഇത് നല്ലൊരു പ്രൊഫഷനാണ്. ആൻഡ് ആർട്ടാണ്. അതേപോലെ തന്നെ അത് അപ്ലൈ ചെയ്യുമ്പോൾ അത് സയൻസായിട്ട് മാറുന്നു. വിവരങ്ങൾ നമ്മൾ അറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കുമ്പോൾ അത് ആർട്ടും അതിന് വേണ്ട രീതിയിൽ പ്രാക്ടിക്കൽ ആക്കി കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ അത് സയൻസുമായിട്ട് മാറുന്നു. സിസ്റ്റമാറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു ബോഡി ഓഫ് നോളജിനെയാണ് നമ്മൾ സയൻസ് എന്ന് പറയുന്നത്, അല്ലേ? അത് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്കില്ലും നോളജും ഒക്കെ വേണം. എന്നാൽ മാത്രമേ നമുക്കത് കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ മാനേജ്മെൻറ്റിൽ എന്താണ്? ഇത് രണ്ടും ഉണ്ട്. ഈ ഒരു നോളജ് അക്വയർ ചെയ്യുക മാത്രമല്ല അതിനെ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാൻ കൂടി പറ്റുമ്പോഴാണ് മാനേജ്മെൻറ്റ് പൂർണ്ണമാവുന്നത്. ആൻഡ് ഇതൊരു മൾട്ടി ഡിസിപ്ലിനറി ആണ്. എന്താണ് ഈ മൾട്ടി ഡിസിപ്ലിനറി പറഞ്ഞാൽ? മാനേജ്മെൻറ്റ് പഠിക്കുന്നതും അപ്ലൈ ചെയ്യുന്നതും ഓൺലി കൊമേഴ്സുകാർ മാത്രമാണോ അല്ലെങ്കിൽ BBA പഠിക്കുന്നത്? അല്ല, എല്ലാ മേഖലകളിലും ഇത് അത്യാവശ്യമാണ് എന്നുള്ളതാണ് പറയുന്നത്. ലൈക്ക് സൈക്കോളജി, സോഷ്യോളജി, ആന്ത്രപ്പോളജി, എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഓപ്പറേഷൻ റിസർച്ച് എന്ന് വേണ്ട ഇതെല്ലാ മേഖലയിലും ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഐഡിയാസും കോൺസെപ്റ്റും ഒക്കെ എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് ഡൈനാമിക് ആണ്. എപ്പോഴും ഇതിങ്ങനെ ആവുള്ളൂ, ഇത് റിജിഡാണ് എന്നുള്ളതും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ എൻവയോൺമെൻറ്റ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? പുതിയ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള എല്ലാ മാറ്റങ്ങളും മാനേജ്മെൻറ്റിൽ ഉണ്ടാവണമല്ലോ. അപ്പോൾ അത് ഡൈനാമിക് ആണ്, ഇൻടാഞ്ചിബിൾ ആണ്. ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുന്നതോ ടച്ച് ചെയ്യാൻ പറ്റുന്നതോ ഒന്നുമല്ല. പക്ഷേ അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒന്ന് മാത്രമാണ്. അതാണ് ഇൻടാഞ്ചിബിൾ ആണ് മാനേജ്മെൻറ്റ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള പ്രോസസ്സുകളാണ് മാനേജ്മെൻറ്റിലുള്ളത്. ഡിസ്റ്റിങ്ക്റ്റ് പ്രോസസ്സ്. ഇറ്റ് ഇൻവോൾവ്സ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ് റാദർ ദാൻ ഡൂയിങ് ഇറ്റ് സെൽഫ്. ഇനി അത് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിനേക്കാൾ മറ്റുള്ളവരിലൂടെ അത് ചെയ്ത് നേടുമ്പോഴാണ് അതൊരു ഡിസ്റ്റിങ്ക്റ്റ് പ്രോസസ്സായിട്ട് മാറുന്നത്. മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പം അവിടെ എന്തുണ്ട്? അതോറിറ്റി ഉണ്ട്, അധികാരങ്ങളുണ്ട്. ഓരോ വ്യക്തിക്കും കൃത്യമായി ചെയ്യേണ്ട ഡ്യൂട്ടീസ് ഉണ്ട്, പെർഫോം ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അങ്ങനെ ഓരോ ആളുകളെയും അവർക്ക് വേണ്ടതായിട്ടുള്ള ഓർഡേഴ്സ് കൊടുത്തുകൊണ്ടും പവർ കൊടുത്തുകൊണ്ടും ഒക്കെയാണ് അവരെ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതെല്ലാം മാനേജ്മെൻറ്റിലുണ്ട്. ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു എൻ്റർപ്രൈസിലെ എല്ലാ ലെവൽസിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ടോപ്പ് ലെവൽ മുതൽ ലോവർ ലെവൽ വരെയുള്ള എല്ലാ മാനേജ്മെൻറ്റിലും വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഈ മാനേജ്മെൻറ്റിൻ്റെ വേറൊരു പ്രത്യേകത, ഇതൊരു ആക്ടിവേറ്റിംഗ് ഫാക്ടറാണ്.
എന്താണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്? ദ മാനേജ്മെന്റ് ഷുഡ് ആക്ടിവേറ്റ് അതർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. നല്ലൊരു മാനേജ്മെന്റ് വരുന്നത് വഴി ബാക്കിയുള്ളതിനെല്ലാം മോട്ടിവേറ്റ് ചെയ്യാനും ആക്ടിവേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. ആൻഡ് ഇതിൽ കൃത്യമായിട്ടുള്ള ഡെസിഷൻ മേക്കിംഗ് ഉണ്ടായിരിക്കും. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ പ്രോസസ്സ് നടക്കുമ്പോഴും ആവശ്യമുള്ള കാര്യങ്ങളെ ഉചിതമായ സമയത്ത് തീരുമാനമെടുക്കാൻ മാനേജ്മെന്റ് ആവശ്യമാണ്. ആൻഡ് ഇറ്റ് ഇംപ്ലൈസ് ഗുഡ് റിലേഷൻഷിപ്പ്. ഇനി ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്യണമെങ്കിൽ നല്ലൊരു ലീഡറുടെ അണ്ടറിലായിരിക്കണം ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകേണ്ടത്. അവിടെ നല്ലൊരു ലീഡർഷിപ്പ് ഉണ്ടായിരിക്കണം, എബിലിറ്റി ഉണ്ടായിരിക്കണം, ഡിസൈഡ് കോഴ്സ് ഓഫ് ആക്ഷൻ ഫ്രം സബോർഡിനേറ്റ്സ്. നമ്മുടെ താഴെയുള്ള ആളുകളെ കൊണ്ട് നമ്മുടെ ഗോള് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനൊക്കെ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഇത്രത്തോളം നമ്മൾ മാനേജ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ അപ്പോൾ മാനേജ്മെന്റിന് പ്രാധാന്യം ഉണ്ടോ ഇല്ലയോ നമുക്ക് ക്ലിയർ ആയില്ലേ. ഇന്നത്തെ ഒരു മോഡേൺ ബിസിനസ് വേൾഡിൽ മാനേജ്മെന്റ് റോൾ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതൊരു മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ആയിട്ടും നമുക്കൊരു പ്രോസ്പെരിറ്റി ഗ്രോ ചെയ്യാനും ഒക്കെ നമുക്ക് ആവശ്യമാണ്. സോ മാനേജ്മെന്റ് എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനുള്ള ഓർമ്മ വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ റിസോഴ്സിനെയും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണം. അതുവഴി എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് രാജ്യത്തിനുണ്ടാവണം. മാക്സിമം എഫിഷ്യൻസി അറ്റൈൻ ചെയ്യാൻ പറ്റണം വിത്ത് മിനിമം എഫേർട്ട്. ഹ്യൂമൻ എഫേർട്ട് കുറച്ചുകൊണ്ട് മാക്സിമം എഫിഷ്യൻസി അറ്റൈൻ ചെയ്യുക. ആൻഡ് സൊസൈറ്റിയുടെ ഒരു വെൽഫെയർ, നല്ല ക്വാളിറ്റി ഗുഡ്സ് കൊടുത്തുകൊണ്ട് വെൽഫെയറിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുക. ആൻഡ് പലതരത്തിലുള്ള കോമ്പറ്റീഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊക്കെ പിടിച്ചു നിന്ന് മാർക്കറ്റിൽ റീറ്റെയിൻ ചെയ്യാനുള്ളൊരു പവർ ഉണ്ടാവണം. ആൻഡ് ജനങ്ങളെ കൂടുതലായിട്ട് മോട്ടിവേറ്റ് ചെയ്യാനും ആ ഒരു സ്ഥാപനത്തിൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാനും പ്രാപ്തമാക്കണം. അതേപോലെ തന്നെ ഓർഗനൈസ് ചെയ്യണം, കൃത്യമായിട്ട് കാര്യങ്ങളെ ഡയറക്റ്റ് ചെയ്യണം, വേണ്ട നിർദ്ദേശം കൊടുക്കണം, കൺട്രോൾ ചെയ്യണം. അവരുടെ എഫേർട്ടിനെല്ലാം നമ്മൾ കൂട്ടി യോജിപ്പിച്ച് വേണം നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്ത് ചലഞ്ച് ഉണ്ടായാലും അതിനെ നമുക്ക് മീറ്റ് ചെയ്യാനൊരു സഹായം, അത് ടെക്നോളജിയിൽ വന്നാലും ടേസ്റ്റ് ആൻഡ് ഫാഷനിലും ഗവൺമെൻറ് പോളിസിയിലും എല്ലാം നമ്മൾ ചലഞ്ചസ് മീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ചേഞ്ച് വരുമ്പോൾ ഒക്കെ അത് നമുക്ക് വരുന്നൊരു വെല്ലുവിളി തന്നെയാണ്. അതിനൊക്കെ നല്ല രീതിയിൽ മീറ്റ് ചെയ്യാൻ നമുക്ക് മാനേജ്മെൻറ്റ് ആവശ്യമാണ്. ആൻഡ് നല്ല ഒരു സ്മൂത്ത് റണ്ണിങ്, ഒരു ബിസിനസ് നല്ല രീതിയിൽ പോയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് വരണം എന്നുണ്ടെങ്കിൽ അവിടെ മാനേജ്മെൻറ്റ് വേണമല്ലോ. തീർച്ചയായിട്ടും ബെറ്റർ പ്ലാനിങ് വേണം, നല്ല ഓർഗനൈസേഷൻ കഴിവ്, ആൻഡ് എല്ലാ ഫാക്ടേഴ്സിനെയും കൺട്രോൾ ചെയ്യാനുള്ള പവർ, ഇതെല്ലാം മാനേജ്മെൻറ്റിലൂടെ നമുക്ക് ഉറപ്പ് കിട്ടുന്നു എന്നുള്ളതാണ് പറയുന്നത്. മാനേജ്മെൻറ്റിലൂടെ നല്ല പുതിയ ഐഡിയാസും ഇമാജിനേഷനും വിഷനും ഒക്കെ നമുക്ക് എത്തിക്കുന്നു. മാനേജ്മെൻറ്റ് പ്രൊവൈഡ്സ് റിപ്പീറ്റഡ് സ്റ്റിമുലസ് ഓഗ്മെൻറ്റ് ബിസിനസ്. കൃത്യമായിട്ട് ബിസിനസ്സിനെ ഓഗ്മെൻറ്റ് ചെയ്ത് കൊണ്ടുപോകാനും സ്റ്റിമുലൈസ് ചെയ്യാനും ഒക്കെ നമുക്കവിടെ സാധിക്കുന്നുണ്ട്. ആൻഡ് കോർഡിനേഷൻ, അവിടെ പല ആക്ടിവിറ്റി ചെയ്തിട്ടാണ് ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്നത്. ആ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീനൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, അതിനെ കൂട്ടി യോജിപ്പിച്ച് കോർഡിനേറ്റ് ചെയ്ത് ഏകോപിപ്പിച്ച് കൊണ്ടുപോകണം എന്നുള്ളതിലാണ് മാനേജ്മെൻറ്റ് കഴിവെന്ന് പറയുന്നത്. എന്നാൽ മാത്രമാണ് അവിടെ നല്ലൊരു ടീം സ്പിരിറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുള്ളൂ. അപ്പോൾ മാനേജ്മെൻറ്റ് പ്രാധാന്യം ഇന്നത്തെ ബിസിനസ് വേൾഡിൽ എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി എവിടേക്കാണ് ഇതിന് ഇത്രത്തോളം സാധ്യതകളുള്ളത്, ഇതൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഏതൊക്കെ മേഖലയിൽ നമുക്കിത് ഉപയോഗിക്കാം എന്നുകൂടി അറിയണമല്ലോ. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് സബ്ജക്റ്റ് മാറ്റർ ഓഫ് മാനേജ്മെൻറ്റ്. ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ത് തന്നെയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ് തന്നെയാണ്. അതിലൊരു സംശയമില്ല. സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത് ഇതാണ്. ഇനി അതിൻ്റെ ഫങ്ഷണൽ ഏരിയാസ്, ഇനി എവിടെയൊക്കെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ആവശ്യമാണ്. കാരണം ഇതൊരു മാനേജ്മെൻറ്റ് ആക്ടിവിറ്റിയുടെ ഭാഗമാണ്. നമുക്ക് കൃത്യമായിട്ട് ഒരു ഫേമിൻ്റെ ഫിനാൻഷ്യൽ റിസോഴ്സ് പറഞ്ഞാൽ എന്താണ്, പണം വരുന്നതും പോകുന്നതും ചെലവഴിക്കുന്നതും ബാലൻസ് ചെയ്യുന്നതും എല്ലാം ഫിനാൻഷ്യൽ റിസോഴ്സാണ്. അതിനെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും നമുക്ക് സാധിക്കണം. വേരിയസ് സോഴ്സസിലൂടെ നമുക്ക് ഫണ്ട് ആവശ്യമുള്ളപ്പോൾ റേസ് ചെയ്യാൻ സാധിക്കണം. കിട്ടിയ ഫണ്ടിനെ നമുക്ക് വളരെ ഫലപ്രദമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കണം. ആൻഡ് രണ്ടാമത്തെ പോയിന്റ് പറയുമ്പോൾ പേഴ്സണൽ മാനേജ്മെൻ്റ് ആയി. പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ ജോലിക്ക് വേണ്ട ആളുകളെ കൃത്യമായിട്ട് റിക്രൂട്ട് ചെയ്യുക, അവരെ സെലക്ട് ചെയ്യണത് എങ്ങനെയാണ്, അവരുടെ കഴിവുകളെ എങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഉയർച്ചയ്ക്ക് ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പേഴ്സണൽ മാനേജ്മെൻറ്റിലൂടെ വന്നു. മെറ്റീരിയൽസ് മാനേജ്മെൻറ്റ് പറയുമ്പം ഇവിടെ മെറ്റീരിയൽസുമായി റിലേറ്റ് ചെയ്തിട്ടാണ്. സപ്പോസ് ഒരു പ്രൊഡക്ഷൻ നടത്തുന്ന ഒരു ബിസിനസ്സാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിന് ആദ്യം റോ മെറ്റീരിയൽസ് വേണം.
കൃത്യമായിട്ട് അത് ഏത് സപ്ലയറിൽ നിന്ന് ഏത് ക്വാളിറ്റിയിൽ എത്ര കോസ്റ്റിൽ വാങ്ങണം എന്നുള്ള കാര്യങ്ങൾ, എവിടെ സ്റ്റോർ ചെയ്യണം, അതുപോലെ മെറ്റീരിയൽസ് കേടുവന്ന് പോകുന്നതോ അങ്ങനെ അതിൻ്റെ വിലക്കയറ്റം ഉണ്ടാകുന്നതോ അതൊക്കെ നമ്മൾ നോക്കി മനസ്സിലാക്കി അതിനെ കൃത്യമായി കൺട്രോൾ ചെയ്ത് പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്ത് നമുക്ക് ചെയ്യാൻ സാധിക്കണമെങ്കിൽ അത് മെറ്റീരിയൽ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് മാറുന്നുണ്ട്. ഇനി ഈ മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്തായി അവിടെ പ്രൊഡക്ഷൻ മാനേജ്മെൻ്റ് ആയി. അപ്പോൾ നമ്മൾ തന്നെ എന്ത് ചെയ്യണം, മുൻകൂട്ടി പ്ലാൻ ചെയ്യണം ഈ വർഷം നമ്മുടെ കമ്പനി എത്ര പ്രൊഡ്യൂസ് ചെയ്യണം, അതിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എങ്ങനെയാണ്, എന്ത് ക്വാളിറ്റി കൺട്രോൾ യൂസ് ചെയ്യണം, എങ്ങനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങളൊക്കെ ഇൻസ്പെക്ഷൻ നടത്തണം, പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. ഇനി ഈ പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രം മതിയോ, ആ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യണം, മാർക്കറ്റ് ചെയ്യണം, ജനങ്ങളിലേക്ക് എത്തണത് അവരുടെ ആവശ്യങ്ങളെ അത് സാറ്റിസ്ഫൈ ചെയ്യാൻ ഉതകുന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മുടെ ഗുഡ്സും സർവീസിനെയൊക്കെ നമ്മൾ മാർക്കറ്റ് ചെയ്യണം. അപ്പോൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിന് എന്ത് നോക്കണം, പ്രൈസ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റണം, മാർക്കറ്റിനെ റിസർച്ച് ചെയ്യണം, സെയിൽസ് എങ്ങനെ കൂട്ടാൻ പറ്റണം നോക്കണം, അഡ്വർടൈസ്മെൻറ്റ് എങ്ങനെ കൊടുക്കണം എന്നുള്ളത് നോക്കണം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ അവിടെ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റായി. ഇനി നല്ല രീതിയിൽ ഓഫീസ് മാനേജ് ചെയ്ത് പോയാൽ മാത്രമാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കൃത്യമായിട്ട് നമ്മുടെ ഓഫീസും ബിൽഡിങ്ങും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, വേണ്ട സമയത്ത് റിപ്പയറുകൾ ചെയ്യുക, പ്ലാന്റ് ആൻഡ് മെഷീനറി ഒക്കെ വേണ്ട രീതിയിൽ തന്നെ അതിൻ്റെ റിപ്പയറും കാര്യങ്ങളും, പുതിയത് വാങ്ങണതും പഴയതിനെ സെയിൽ ചെയ്യുന്നതും, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ട്രാൻസ്പോർട്ട് മാനേജ്മെൻറ്റ്, ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന സാധനങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ പാക്ക് ചെയ്ത് അത് വെയർഹൗസിൽ എത്തിച്ച് ട്രാൻസ്പോർട്ടേഷൻ നടത്തി അത് റെയിലോ റോഡോ എയറോ എന്താ യൂസ് ചെയ്തിട്ടാണെങ്കിലും അത് എവിടേക്കാണ് എത്തിക്കേണ്ടത് വെച്ചാൽ അവിടെ എത്തിക്കുക എന്നുള്ളതാണ്. ആൻഡ് മൂന്നാമത്തെ മെയിൻ പോയിന്റ്, ഇതൊക്കെ രണ്ടാമത്തെ സബ് പോയിന്റ് ആണ്, 8 പോയിന്റ് വരെ പറഞ്ഞത്. മൂന്നാമത്തെ മെയിൻ പോയിന്റ് പറയുമ്പോൾ ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ചാണ്. നല്ലൊരു ഇഫക്റ്റീവ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് ആസ് എ സെപ്പറേറ്റ് ഡിസിപ്ലിൻ ആക്സെപ്റ്റ് ഐഡിയാസ്, പല ഐഡിയാസിനെ ആക്സെപ്റ്റ് ചെയ്യണു, കൺസെപ്റ്റുകൾ മറ്റുള്ള ഡിസിപ്ലിനുള്ള പോലെ തന്നെ കൺസെപ്റ്റുകളെ കൊണ്ടുവരുന്നു. അപ്പോൾ ഇത് ഇന്റർ ഡിസിപ്ലിനറി, ഒരൊറ്റ ഡിസിപ്ലിനിലല്ല. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അച്ചടക്കമല്ല, പല മേഖലകൾ ആയിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നു എന്നുള്ളതാണ്. എക്കണോമിക്സ് ആണെങ്കിലും മാത്തമാറ്റിക്സ് ആണെങ്കിലും കൊമേഴ്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഹിസ്റ്ററി, ഏതിലാണെങ്കിലും നമ്മുടെ മാനേജ്മെൻറ്റ് ആവശ്യമാണ്. കാരണം അവിടെ നമുക്ക് ഐഡിയാസും കോൺസെപ്റ്റും എല്ലാം അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഉപയോഗിക്കുന്നുണ്ട്, ഇഫക്റ്റീവായിട്ട് അപ്ലൈ ചെയ്യുന്നു മാനേജ്മെൻറ്റ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. നാലാമത്തെ മെയിൻ പോയിന്റ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. നേരത്തെ പറഞ്ഞ പോലെ ഏതൊരു ഫീൽഡിലും യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന പ്രിൻസിപ്പിൾസ് ആണ് നമ്മുടെ മാനേജ്മെൻറ്റിന് കൊടുക്കാനുള്ളത്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ് സയൻറ്റിഫിക് മെത്തേഡ്സ്. ഇനി വെറുതെ പറയുന്ന കുറേ തത്വങ്ങൾ മാത്രമല്ല, സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കുറേ മെത്തേഡ്സ് ഉണ്ട്, ഹ്യൂമൻ റിലേഷൻ ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവായിട്ടുള്ള ടെക്നിക്സ് അവിടെ വരുന്നുണ്ട്. ഇതെല്ലാം വരുമ്പോൾ മാത്രമാണ് പൂർണ്ണമായിട്ടും എന്തായി മാറുന്നത്, ഇതൊരു നല്ല മാനേജ്മെൻ്റ് ആയിട്ട് മാറുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് സ്കോപ്പ് 5 കാര്യങ്ങളാണ്. ഒന്ന് അതിൻ്റെ സബ്ജക്ട് മാറ്റർ, ഒന്ന് അതിൻ്റെ ഫംഗ്ഷൻ, ഒന്ന് ഇൻ്റർ ഡിസിപ്ലിനറി, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് സയൻറ്റിഫിക് മെത്തേഡ്സും ഹ്യൂമൻ റിലേഷൻസും. ഇതെല്ലാം വരുമ്പോഴാണ് കൃത്യമായിട്ട് മാനേജ്മെൻറ്റ് ഒരു സ്കോപ്പ് എവിടെയൊക്കെ ഉണ്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഒരു ടോപ്പിക്കിൽ കവർ ചെയ്തിരിക്കുന്ന പോർഷൻസ്. നമ്മുടെ പുതിയ ടോപ്പിക്ക് എന്താണ് മാനേജ്മെൻറ്റ്, അതിൻ്റെ 5 കൺസെപ്റ്റ് പഠിച്ചോളുക. അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, മാനേജ്മെൻറ്റിൻ്റെ നേച്ചർ എന്താണെന്നുള്ളത്, മാനേജ്മെൻറ്റ് നേച്ചറും അതിൻ്റെ സിഗ്നിഫിക്കൻസ്, ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്, ആൻഡ് എവിടെയൊക്കെയാണ് ഇതിന് സ്കോപ്പ് ഉള്ളത് എന്നുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരു 4-5 പോയിന്റുകളാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരുവിധം കാര്യങ്ങളെല്ലാം നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും കൃത്യമായിട്ടും മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാവുന്നതാണ്. മാക്സിമം നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേര് നമ്മുടെ ചാനൽ കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്